ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്, വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിത. ആദ്യം നമുക്ക് കവിത എന്താണെന്ന് നോക്കാം. പിന്നെ ആ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതൊക്കെ എന്താണെന്ന് നോക്കാം. പിന്നെ ഈ കവിതയിൽ നിന്നുള്ള എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ്, അതായത് മോഡൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, അങ്ങനെയൊക്കെ നോക്കാം. ആദ്യം കവിത എന്താണെന്ന് നോക്കാം. വില്യം വേർഡ്സ്വർത്ത് എഴുതിയ കവിത ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്. I heard 1,000 blended notes while in a grove I sat reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. ഈ കവിതയിലെ ആദ്യത്തെ സ്റ്റാൻസയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസ. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമാണ് ഈ കവിതയിലുള്ളത്. അങ്ങനെ എത്ര സ്റ്റാൻസകളുണ്ട്? 1, 2, 3, 4, 5, 6 സ്റ്റാൻസകളുണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 വീതം വരികൾ. ഇങ്ങനെ ഒരു സ്റ്റാൻസയിൽ 4 വീതം വരികളുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നമ്മളതിനെ ക്വാട്രൈൻ എന്ന് പറയും. എന്താ പറയുക? ക്വാട്രൈൻ എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. എന്നിട്ട് അടുത്ത സ്റ്റാൻസകളിലേക്ക് നമുക്കിങ്ങനെ പോകാം. അപ്പോൾ ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. എന്താ പറയുന്നത്? ഞാൻ കേട്ടു. ഐ ഹേർഡ്, ഞാൻ കേട്ടു. ആരവിടെ? ഞാൻ. എന്ത് കേട്ടു എന്നാണ് പറയുന്നത്? ഇവിടെ ഞാൻ എന്ന് പറയുന്നത് പോയറ്റ് അല്ലേ? പോയറ്റ് കേട്ടു. പോയറ്റ് എന്ത് കേട്ടു? ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാൻ 1000 ശബ്ദങ്ങൾ ചേർന്ന രീതിയിൽ, അതായത് 1000 ശബ്ദങ്ങൾ ഒരുമിച്ചുള്ള സംഗീതമയമായ ഒരു ശബ്ദം കേട്ടു. എന്ന് വെച്ചാൽ കുറേ ശബ്ദങ്ങളുണ്ട് വിചാരിക്കുക. കുറേ ശബ്ദങ്ങൾ ഒരുമിച്ചിട്ടുണ്ടാവണ ഒരു ശബ്ദം ഉണ്ടാവൂലേ, അത് കേട്ടു. എപ്പോൾ കേട്ട്? വൈൽ ഇൻ എ ഗ്രോവ് ഐ സേറ്റ് റിക്ലൈൻഡ്. എപ്പോഴാണോ ഞാനൊരു, ഗ്രോവ് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നർത്ഥം. തോട്ടം എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടം അങ്ങനെ എടുക്കണ്ട. ഇതൊരു പൂന്തോട്ടം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗാർഡൻ എന്നൊക്കെ എടുക്കാം ഇവിടെ. വൈൽ ഇൻ എ ഗ്രോവ് ഐ സേറ്റ് റിക്ലൈൻഡ്. ഇവിടെ സേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാറ്റ് എന്ന് പറയില്ലേ, ഇരുന്നൂന്ന്. ആ സാറ്റ് എന്നുള്ളതിൻ്റെ സാറ്റ് എന്നുള്ളതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ശൈലിയാണ് സേറ്റ്, SATE. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇവോൾവ് ചെയ്ത്, അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്ന് കാണുന്ന മോഡേൺ ഇംഗ്ലീഷിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഷ്യൻ ഇംഗ്ലീഷ്, മിഡീവൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ സംഗതിയുണ്ട്. അപ്പോൾ മുമ്പ് സാറ്റ് എന്നുള്ളതിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് സേറ്റ്, SATE എന്നുള്ളത്. ഐ സേറ്റ് റിക്ലൈൻഡ്. ശ്രദ്ധിക്കാം, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കവിതയാണല്ലോ. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വില്യം വേർഡ്സ്വർത്ത്. ഐ സൈറ്റ് റിക്ലൈൻഡ്. റിക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാഞ്ഞിരിക്കുക. നമ്മളിങ്ങനെ ചാരിയിരുന്ന്, ചാരുകസേലൊക്കെ ചാരിയിരുന്ന് നിൽക്കൂലേ, അതിനാണ് റിക്ലൈൻ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ എന്താണ് ആദ്യത്തെ 2 വരികളുടെ അർത്ഥം? ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കുകൾ എന്നല്ല. എന്താ നോട്ട്സ് എന്ന് പറഞ്ഞാൽ? നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക്കൽ നോട്ട്സ് എന്നൊക്കെ കേട്ടില്ലേ. എന്ന് വെച്ചാൽ എന്താ, ഈ സംഗീതത്തിൻ്റെ നാദങ്ങൾ, ഇമ്പമുള്ള ശബ്ദം എന്നൊക്കെ അറിയില്ലേ, അതിനാണ് ഇവിടെ പറയണത് അല്ലേ. അപ്പോൾ അവിടെ എന്താ പറയണത്? ഒരുപാട് ശബ്ദങ്ങൾ, 1000 ശബ്ദങ്ങൾ ഒത്തുകൂടിയ രീതിയിലുള്ള എന്താ പറയുക, കാതുകൾക്ക് ഇമ്പമുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു എപ്പോഴും ഞാനൊരു പൂന്തോട്ടത്തിൽ, ഒരു തോട്ടത്തിൽ ഇങ്ങനെ ചാഞ്ഞ് വിശ്രമിക്കുമ്പോൾ. അതായത് ഇയാൾ, നമ്മുടെ കവി ഉണ്ടല്ലോ, ഒരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ ചാഞ്ഞ് വിശ്രമിക്കുകയാണ്. നല്ല സുഖം ഉണ്ടാവും അല്ലേ. അത് ഭയങ്കര നാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാതിരിക്കാം മൂപ്പരല്ല. നല്ല കുറേ പൂന്തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കുറേ പൂക്കളുണ്ടാവും, കുറേ പക്ഷികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ഇയാളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി 1000 ശബ്ദങ്ങൾ കേട്ടിട്ട് ഇയാൾ വിശ്രമിച്ചിരിക്കണമെന്ന് പറയുമ്പോഴേ ഇനി ഹാ ഹൂ എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കണമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പ്രേതം ചെയ്ത്താനൊന്നുമില്ല. അപ്പോൾ ഇയാൾ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ചാഞ്ഞ് വിശ്രമിക്കുകയാണ്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇയാൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇനി അപ്പം എന്തൊക്കെ സംഭവിക്കുന്ന അവിടെ എന്നൊക്കെയാണ് പറയുന്നത്. ഇയാളുടെ ചിന്തകൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോവ് ഐ സേറ്റ് റിക്ലൈൻഡ്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. എന്താ പറയുന്നത്? ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, അങ്ങനെയുള്ള മധുരമുള്ള ഒരു മാനസികാവസ്ഥയിൽ. സ്വീറ്റ് മൂഡ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള മൂഡ് എന്നല്ല. ഇതെന്താ പറയണത്? അങ്ങനെ മധുരമുള്ള ഒരു മാനസികാവസ്ഥയിൽ, അങ്ങനെ ഒരു രസമുള്ള ഒരു അന്തരീക്ഷത്തിൽ, വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അങ്ങനെ ഭയങ്കര രസമായിട്ട്, നല്ല രസത്തിൽ ഇയാളിങ്ങനെ ചാഞ്ഞ് വിശ്രമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ആ പൂന്തോട്ടത്തിൽ അല്ലേ. അപ്പോൾ തോട്ടത്തിലില്ലേ. അപ്പോൾ എന്തുണ്ടാവണം എന്ന് പറയുന്നത്, ഒരുപാട് രസമുള്ള രീതിയിലാണ് മൂപ്പര് അവിടെ ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചിന്തകൾ ഇയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. സന്തോഷം നിറഞ്ഞ ചിന്തകൾ മാത്രമല്ല, വേറെ ചില സങ്കടകരമായ
ദുഃഖകരമായ ചിന്തകളും മനസ്സിലേക്ക് വരുന്നുണ്ട്. അതെന്താണ്? പൂന്തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ സന്തോഷമുള്ള ചിന്തകൾ മാത്രമല്ല ദുഃഖം നിറഞ്ഞ ചിന്തകളും വരണമെന്ന് പറയുന്നത്. അതെന്താ ദുഃഖം നിറഞ്ഞ ചിന്തകൾ? ഇയാളുടെ ജീവിതം എന്താ ശോകമായിരുന്നു, വേറെ എന്തെങ്കിലും ദുരന്തങ്ങൾ വീട്ടിലുണ്ടായിരുന്നു? നമുക്ക് നോക്കാം ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ച അങ്ങനെയുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ എന്ത് സംഭവിക്കണോ? ഇയാൾ ഒരു പൂന്തോട്ടത്തിൽ തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കണം, വിശ്രമിക്കുകയാണ്, ചാഞ്ഞ് വിശ്രമിക്കണം, ആസ്വദിച്ചിരിക്കുകയാണ്. ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, രസമുള്ള ശബ്ദങ്ങൾ അല്ലേ? കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നതും ഒക്കെ, ചെറുതായിട്ട് കാറ്റ് വീശണതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇയാൾ ചാഞ്ഞ് വിശ്രമിക്കണം. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചിന്തകളും ഒപ്പം തന്നെ സങ്കടം നിറഞ്ഞ ചിന്തകളും മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. എന്താ പറയുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കാട്ടെ, ഇതിൽ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അത് ഈ കവിതയ്ക്ക് ശേഷം നമുക്ക് നോക്കാം അല്ലേ? ആദ്യം അർത്ഥം എന്താ നോക്കാം. സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ആദ്യത്തെ സ്റ്റാൻസിൽ ഇയാൾ പൂന്തോട്ടത്തിൽ ആസ്വദിച്ചിരിക്കണു, ഒരുപാട് ചിന്തകൾ വരുന്നു, സന്തോഷമുള്ളതും സങ്കടമുള്ളതും എന്ന് പറഞ്ഞു. സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. എന്താണ് ടു ഹെർ ഫെയർ വർക്ക്സ്? ഇവിടെ ടു ഹെർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ് സൂചിപ്പിക്കുന്നത്? പ്രകൃതിയെയാണ്. പ്രകൃതിയെ പൊതുവെ ഷീ, അതായത് ഒരു സ്ത്രീ, ഒരു യുവതി എന്നുള്ള രീതിയിലാണ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ മദർ നേച്ചർ എന്ന് പറയുക, ഫാദർ നേച്ചർ എന്ന് പറയൂല. അതങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് ഉപയോഗിക്കൽ അല്ലേ? അതുപോലെ മദർ എർത്ത് എന്ന് പറയുക, ഫാദർ എർത്ത് എന്ന് പറയൂല, പറയലില്ല. അതെന്താ അങ്ങനെ പറഞ്ഞാൽ തെറ്റാണെന്ന് വെച്ചാൽ അങ്ങനെ പറയലില്ല, അത്രയേ ഉള്ളൂ. To her fair works did nature link the human soul that through me ran. എന്താ പറയുന്നത്? അതായത് പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികളുമായി, ഫെയർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫെയർ എന്ന് പറഞ്ഞാൽ മനോഹരമായ, രസമുള്ള, കുലീനമായ, നോബിളായ എന്നൊക്കെ അർത്ഥം അല്ലേ? മഹത്തരമായ എന്നൊക്കെ അർത്ഥം. വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികൾ, പണികൾ എന്നോ. എന്താ പ്രകൃതിയുടെ പണി? ഇവിടെ സൃഷ്ടികൾ എന്നർത്ഥം, അതായത് ഉണ്ടാക്കിയെടുത്തത്, സൃഷ്ടികൾ എന്നർത്ഥം. അതായത് പ്രകൃതി അതിൻ്റെ മനോഹരമായ സൃഷ്ടികളുമായി കണക്റ്റ് ചെയ്തു. ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, കണക്ട് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക എന്നർത്ഥം. അറ്റാക്ക് ചെയ്യുക എന്നല്ല, അറ്റാച്ച് ചെയ്യുക അല്ലേ? ATTACH, അറ്റാച്ച് ചെയ്യുക. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്യുന്നു? അതിൻ്റെ മനോഹരമായ സൃഷ്ടികളുമായി കണക്ട് ചെയ്തു, ലിങ്ക് ചെയ്തു. എന്തിനെ? ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. എന്നിലൂടെ ഓടിയ ആത്മാവിനെ, അതായത് എൻ്റെ ഉള്ളിലൂടെ ഓടിയ മനുഷ്യൻ്റെ ആത്മാവിനെ പ്രകൃതി അതിൻ്റെ മനോഹരമായ സൃഷ്ടികളുമായി കണക്ട് ചെയ്തു. അതെന്താണ്? ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽക്കൂടെ മനുഷ്യൻ്റെ ആത്മാവോട് എന്താണ്? പ്രേതോട്. ഇയാൾക്ക് എന്താ പ്രേതബാധ? അങ്ങനെ എടുക്കരുതിട്ടോളി. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലൊക്കെ ഈ ആത്മാവ്, നമുക്കൊരു മനസ്സ് പറയുന്ന സംഗതി ഉണ്ടല്ലോ അല്ലേ? നല്ല നന്മയുള്ള ഒരു മനസ്സുണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഉണ്മ എന്നൊക്കെ പറയൂലേ, ഉണ്മ അല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്? മനുഷ്യൻ അന്തസത്ത, മനുഷ്യൻ്റെ ഉണ്മ അല്ലേ, മനുഷ്യൻ്റെ നന്മ, അതിനൊക്കെ ഇവിടെ പറയുന്നത് ഹ്യൂമൻ സോൾ, അല്ലാണ്ട് പ്രേതം ആത്മാവ് എന്നല്ല. അപ്പോൾ ഇവിടെ പ്രേതം ആ രീതിയിലല്ല എടുക്കണത്. ഇനി പുക പൊന്തണു, ഇയാളുടെ ഉള്ളിൽ നിന്ന് പുക വന്നിട്ട് മുഖ കൂടെ പോകണു, അങ്ങനെയൊന്നും എടുക്കരുത്. ചെവി കൂടെ പോകണമെന്നൊന്നും വിചാരിക്കരുത്. ഇയാൾക്ക് പ്രേതബാധയൊന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത്? ഇയാളുടെ ഉള്ളിലൂടെ ഓടിയ മനുഷ്യ ആത്മാവിനെ പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികളുമായി കണക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രകൃതിയുമായിട്ട് എന്താ പറയുക ഇഴുകി ചേർന്ന മാതിരി ഇയാൾ ഇരിക്കണം. എന്ന് വെച്ചാൽ പ്രകൃതിയിൽ, പൂന്തോട്ടം പറഞ്ഞാൽ പ്രകൃതിയിലെ ഒരു ഭാഗമാണല്ലോ. ഇവിടെ പൂന്തോട്ടം പറഞ്ഞ് പ്രകൃതിയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യണം, സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇയാൾ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഇയാളുടെ മനസ്സ് മുഴുവൻ പ്രകൃതിയിലാണ് മുഴുകിയിരിക്കുകയാണ്. അതിനെയാണ് ഇവിടെ പറയുന്നത്. അല്ലാണ്ട് ഒരു കയറെടുത്തിട്ട് പ്രകൃതി അതിന് മനോഹര സൃഷ്ടികളുമായിട്ട് കെട്ടിവെച്ചിട്ടൊന്നുമില്ല. ഇവിടെ വേറൊരു കാര്യം, മനോഹരമായ സൃഷ്ടികൾ, പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? പ്രകൃതിയുള്ള നല്ല കാര്യങ്ങളൊക്കെ, അതായത് പൂക്കളായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, മഴയായിക്കോട്ടെ, കാറ്റായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ അല്ലേ? മനുഷ്യനടക്കമുള്ള സംഗതികളെല്ലാം, മൃഗങ്ങളും അല്ലേ, ചെറിയ പ്രാണികളും ഷഡ്പദങ്ങളും എല്ലാം. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രകൃതിയുടെ ഇങ്ങനെയുള്ള മനോഹരമായ സൃഷ്ടികളുമായി മനുഷ്യ ആത്മാവിനെ, നമ്മുടെ അന്തസത്തയെ, നമ്മുടെ ഉണ്മയെ കണക്ട് ചെയ്തു. ഇയാളങ്ങനെ മുഴുകിയിരിക്കുകയാണ് പ്രകൃതിയിൽ. ഭയങ്കര രസമുള്ള സൂതിങ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇയാൾക്കുള്ളത്, രസിച്ചിരിക്കുകയാണ്. ഒപ്പം സങ്കടം നിറഞ്ഞ ചിന്തകളും വരുന്നുണ്ട്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്താ പറയുന്നത്? പക്ഷെ അപ്പോൾ ഇയാൾക്ക് സന്തോഷം നിറഞ്ഞ ചിന്തകൾ മാത്രമല്ല, സങ്കടം നിറഞ്ഞ ചിന്തകളുണ്ട് പറഞ്ഞില്ലേ, ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതായത് എനിക്ക് ദുഃഖം തോന്നി, അയാൾ പറയണം, എൻ്റെ ഹൃദയം ദുഃഖഭരിതമായി, ദുഃഖനിർഭരമായി. എന്ന് വെച്ചാൽ ഇയാളുടെ മനസ്സിൽ സങ്കടം വരികയാണ്, സങ്കടം തളം കിട്ടുക. എന്ത് ചിന്തിക്കുമ്പോൾ, എന്ത് ചെയ്യുമ്പോൾ, അതായത്
വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യനാൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത്, വരുത്തി വെച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർത്തപ്പോൾ എന്താണ് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് ദുഃഖമയമാവുന്നു എന്ന് വെച്ചാൽ മനുഷ്യനാൽ തന്നെ മനുഷ്യൻ സ്വയം വരുത്തി വെച്ച കുറേ പ്രശ്നങ്ങൾ, കുറേ അപകടങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെ, മനുഷ്യൻ അവൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. യുദ്ധം ചെയ്യുന്നു, അത്യാഗ്രഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, മല ഇടിച്ച് നിരത്തുന്നു അല്ലേ, അവിടെ നശിപ്പിക്കുന്നു, മണലെടുക്കുന്നു പുഴയിൽ നിന്ന്, നമ്മുടെ ഒരു എക്കോസിസ്റ്റം, നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം മൊത്തം, പ്രകൃതിയെ മൊത്തം ചൂഷണം ചെയ്ത് നശിപ്പിച്ച് കളയുന്നു അല്ലേ. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ മനുഷ്യനല്ല, നമ്മളടക്കമുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു, അവരുടെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് അത്യാഗ്രഹം മൂലം അല്ലെങ്കിൽ എന്താ പറയുക ഈ സംഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ കുറേ നേടിയെടുക്കണം അല്ലേ, നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കുറേ കാശുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് അല്ലേ. മലയൊക്കെ ഇടിച്ച് നിർത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു ഇത് പഠിച്ചിട്ടുണ്ടാവും, ലിസൺ ടു ദ മൗണ്ടൈൻ, ഒരു പാഠം അല്ലേ, ഒരു നാടകം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മനുഷ്യൻ ഇങ്ങനെ വരുത്തി വെച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു, ദുഃഖം തോന്നുന്നു, എൻ്റെ മനസ്സ് വിങ്ങിട്ടേ എന്നാണ്, പൊട്ടുക എന്നല്ല, സങ്കടം തോന്നുന്നു എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയറ്റ് അല്ലേ, നമ്മുടെ കവി പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റാൻസ, ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത സ്റ്റാൻസേക്ക് പോവല്ലേ? ഓക്കെ. Through primrose tufts in that green bower the periwinkle trailed its wreaths, and 'tis my faith that every flower enjoys the air it breathes. എന്താ ഈ സ്റ്റാൻസയിൽ പറയുന്നത്, ആ പൂന്തോട്ടത്തിൽ ഇയാളിങ്ങനെ ഇരിക്കണതിനെ കുറിച്ച് പറഞ്ഞില്ല, ഇയാളുടെ മനസ്സിൽ ചിന്തകളുണ്ടാവുന്നു, ഇയാളിങ്ങനെ അല്ലേ പ്രകൃതിയുമായിട്ട് ഇങ്ങനെ എന്താ പറയുക പരമാവധി ഇഴുകി ചേർന്നിട്ടാണ് അല്ലേ എങ്ങനെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി അവിടെയുള്ള പൂക്കളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ സ്റ്റാൻസയിൽ പൂക്കളെക്കുറിച്ച് പറയുന്നു. എന്താ പറയുന്നത്, ത്രൂ പ്രിംറോസ് ടഫ്സ്. ഇവിടെ പ്രിംറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പൂച്ചെടിയാണ് പ്രിംറോസ് എന്ന് പറയുന്നത്. പ്രിംറോസ് ടഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുറേ പൂക്കൾ ഉള്ള പൂക്കുല എന്നർത്ഥം, കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കൂല അങ്ങനെയുള്ള അവസ്ഥ തന്നെ നമ്മൾ ടഫ്റ്റ് പറയാം, പൂക്കുല എന്നൊക്കെ അർത്ഥം. അതായത് പൂക്കൾ ഇപ്പോൾ എന്താ പറയുക, ഈ ഇവിടെ മൊത്തം ഒരു മുടി കെട്ടി വെച്ച മാതിരിയൊക്കെ എത്ര പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം അല്ലേ. ഇപ്പോൾ ഒരു പൂച്ചെടിയാണ് വിചാരിക്കുക, അതിൽ കുറേ പൂക്കളുണ്ടാവും വിചാരിക്കുക അല്ലേ. അങ്ങനെ പൂക്കുല ആയിട്ട് നിൽക്കുകയാണ്, പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. ഇൻ ദാറ്റ് ഗ്രീൻ ബൊവർ എന്ന് പറഞ്ഞാൽ പൂങ്കാവനം, വള്ളിക്കുടിൽ എന്നൊക്കെ അർത്ഥം. അപ്പോൾ എന്താ പറയുന്നത്, ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബൊവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീറ്റ്സ്. പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ വേറൊരു പൂച്ചെടി, പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീറ്റ്സ്. ട്രെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, പിന്തുടരുക. എന്തിനു പിന്തുടരണം, ആര് പിന്തുടരണം, എന്തൊക്കെ ഇത് പറയണത് അല്ലേ. ട്രെയിൽ ഇറ്റ്സ് റീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മണ്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെക്കണം ആ റീത്തിനെ കുറിച്ച് അങ്ങനെയല്ല ഇത് പറയുന്നത്. ഇവിടെ മരണത്തെക്കുറിച്ച് നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, റീത്ത് എന്ന് പറഞ്ഞാൽ പുഷ്പചക്രം, പൂക്കളെല്ലാം കൂടി വട്ടത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക എന്ന് വിചാരിക്കുക, കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണം അങ്ങനെ ഒരു അവസ്ഥ അല്ലേ, പുഷ്പചക്രം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പുഷ്പചക്രം, പൂച്ചക്രം എന്നർത്ഥം. നമ്മൾ വിഷുചക്രം പറഞ്ഞ മാതിരി സാധനമല്ലേ, കുറേ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറയണത്, അതായത് ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദറ്റ് ഗ്രീൻ ബോവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ആ പച്ച നിറമുള്ള വള്ളിക്കുടിൽ, അതായത് നല്ല രസമുള്ള ആ പൂന്തോട്ടത്തിൽ വള്ളിക്കുടിൽ എന്ത് സംഭവിക്കുന്നു, അതായത് പ്രിംറോസ് ടഫ്റ്റുകളിലൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിംറോസിൻ്റെ പൂക്കളിങ്ങനല്ലേ പൂക്കുട ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞ് പെരിവിങ്കിൾ അതിൻ്റെ മുകളിൽക്കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് വന്നിട്ട് അതിൻ്റെ പൂക്കൾ അവിടെ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതൊന്ന് ഇമാജിൻ ചെയ്യട്ടെ, വിഷ്വലൈസ് ചെയ്യുക. കവിതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ നമുക്ക് വിഷ്വലൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വെറുതെ വാക്കുകളുടെ അർത്ഥം ഇങ്ങനെ പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ആസ്വദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പൂന്തോട്ടത്തിൽ ഇരിക്കല്ലേ ആദ്യം കാണുന്ന ഒരു കാഴ്ചയെ കുറിച്ച് ഇവിടെ പറയണത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഗതി എന്ന് വെച്ചാൽ കാണുന്ന ഒരു കാഴ്ചയെ കുറിച്ചിട്ട് പറയുന്നത്. ഇവിടെ എന്താ പറയണത്, അതായത് ഈ പ്രിംറോസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്, കുറേ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. വള്ളിക്കുടലിൽ പ്രിംറോസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്, പൂക്കുടയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. പൂക്കൾ കൊണ്ട് കുട ചൂടിയ മാതിരി അല്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുക, അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെയാണ് എന്ത് വരുന്നത്, പെരിവിങ്കിളിൽ ഇങ്ങനെ പോണത്. പെരിവിങ്കിൾ ഇങ്ങനെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോകാന്നല്ല, പെരിവിങ്കിളിൻ്റെ അതൊരു വള്ളിച്ചെടിയാണ് അല്ലേ, പൂക്കളുണ്ടാവുന്ന വള്ളിച്ചെടിയാണ് പെരിവിങ്കിൾ. പ്രിംറോസിൻ്റെ പൂക്കുടയുടെ മുകളിൽ കൂടെ ഇങ്ങനെ എന്ത് പോകണു, അതിൻ്റെ ഇങ്ങനെ പോകണു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെരിവിങ്കിളിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ
അതായത് ആൾറെഡി വിരിഞ്ഞ് നിൽക്കണ പൂക്കളുടെ മുകളിൽ കൂടെ വേറൊരു വള്ളിച്ചെടി പോണു. അപ്പോൾ എന്തുണ്ടാവണത്, അതിൻ്റെ ആ വള്ളിച്ചെടിയുടെ പൂക്കൾ അവിടെ ഉണ്ട്. അങ്ങനെ രസമുള്ള അല്ലേ ഒരു സീനിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രിംറോസ് ആയിക്കോട്ടെ, പെരിവിങ്കിൾ ആയിക്കോട്ടെ, അവർ അവിടെ ഐക്യത്തോടു കൂടി പരസ്പരം ബഹളമൊന്നും ഇല്ലാണ്ട് സഹകരണത്തോടു കൂടി ആസ്വദിച്ചിട്ട് അവിടെ ജീവിക്കണമെന്ന് അർത്ഥം. നമ്മുടെ മനുഷ്യരുടെ അവസ്ഥയാണോ? നമ്മുടെ മനുഷ്യരുടെ അവസ്ഥ പറഞ്ഞാൽ നമ്മൾ അപ്പം തല്ലുണ്ടാവില്ല. അവിടെ ഒന്ന് ആലോചിച്ചോക്കി, നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ റോട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് കൂടെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് തോന്നൂലേ, എന്തോടൂ ഒന്ന് അടുത്ത് കൂടെയൊക്കെ വേണം മുട്ടി ഒരുമിന്ന് പോവാതോടൂ എന്നൊക്കെ നമുക്ക് തോന്നൽ നമുക്ക് ഉണ്ടാവൂലേ. ഇവിടെ എന്താ പറയണത്, ഒരു പൂച്ചെടിയുടെ മുകളിൽ കൂടെ വേറെ പൂച്ചെടി പോകണതില്ലേ. എന്നിട്ട് അവർ സഹകരണത്തോട് കച്ചറയൊന്നും ഉണ്ടാക്കാണ്ട് രസമായിട്ട് സ്നേഹത്തോടു കൂടി ജീവിക്കണം. ആ സഹകരണത്തെക്കുറിച്ച് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ടീസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. എന്താ പറയുന്നത്, ടീസ് മൈ ഫെയ്ത്ത്. ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത്, ഇതെൻ്റെ വിശ്വാസമാണ്. എന്ത്, ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. അതായത് ഓരോ പൂവും, അവിടെയുള്ള എല്ലാ പൂക്കളും ശ്വസിക്കുന്ന വായു, അതായത് ആ പൂക്കൾ വായുവിനെ ശ്വസിക്കാത്രേ. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഇമാജിൻ ചെയ്യാണ് കേട്ടോ നമ്മുടെ കവി. ഇവിടെ എന്താ പറയുന്നത്, അവിടെയുള്ള പൂക്കളെല്ലാം വായുവിനെ ഇങ്ങനെ ശ്വസിക്കുകയാണ്. ആ വായുവിനെ ശ്വസിക്കുന്ന വായുവിനെ ആ പൂക്കളെല്ലാം ആസ്വദിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ചാൽ എന്തതിനർത്ഥം, അതായത് അവിടെ നല്ല രസമുള്ള സുഗന്ധമാവൂലേ, രസമുള്ള വായുവല്ലേ ഉണ്ടാവും, നല്ല സുഗന്ധം ഉണ്ടാവൂലേ. അതാ ഫുള്ള് എന്തെങ്കിലും ചീഞ്ഞളിഞ്ഞ മാതിരി പ്ലാസ്റ്റിക് കത്തിക്കണ മാതിരി മണമൊക്കെയാണ് അവിടെ, അല്ലേ പൂക്കൾ വിരിഞ്ഞിരിക്കണം അതിൻ്റെയൊക്കെ മണം ഉണ്ടാവൂലേ. അപ്പോൾ എന്താ പറയുന്നത്, അവിടെ അങ്ങനെ രസമുള്ള വായുവിനെ ആസ്വദിച്ചിട്ട് പൂക്കൾ അവിടെ ഇരിക്കുന്നു, അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്നർത്ഥം. അതായത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പൂക്കൾ അവിടെ സ്ഥിതി ചെയ്യുന്നത്, നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എന്നർത്ഥം. എന്നാൽ അടുത്ത സ്റ്റാൻസേക്ക് പോവല്ലേ. ഈ സ്റ്റാൻസ് എന്തായിരുന്നു, ത്രൂ പ്രിംറോസ് ടഫ്സ് ഇൻ ദറ്റ് ഗ്രീൻ ബോവർ the periwinkle trailed its wreaths and 'tis my faith that every flower enjoys the air it breathes. അടുത്ത സ്റ്റാൻസ, the birds around me hoped and played. ഇനി പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. the birds around me hoped and played, their thoughts I cannot measure, but the least motion which they made it seemed a thrill of pleasure. എന്താ പറയുന്നത്, the birds around me hoped and played, എൻ്റെ ചുറ്റുമുള്ള പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ചുറ്റുമുള്ള പക്ഷികൾ തുള്ളിക്കളിക്കാണ്. ആ സ്പെല്ലിങ് ശ്രദ്ധിക്കാട്ടോ, HOPPED, തുള്ളിക്കളിച്ചു എന്നർത്ഥം. എൻ്റെ ചുറ്റുമുള്ള പക്ഷികൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കളിച്ചു. their thoughts I cannot measure, ആ പക്ഷികളുടെ ചിന്തകൾ എനിക്ക് അളക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ വളരെയധികം സന്തോഷത്തോടു കൂടി കിളികൾ ഇങ്ങനെ ജില്ലം വേണ്ടി തുള്ളി കളിക്കാത്രേ ഇയാളുടെ ചുറ്റും എന്നാണ് പറയുന്നത്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദി മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. എന്താ പറയുന്നത്, ആ തുള്ളിക്കളിക്കുന്ന പക്ഷികളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊന്നും എനിക്ക് അളക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്, ആ പക്ഷികളുടെ ചെറിയ ഒരു അനക്കം പോലും വളരെയധികം ഉൾപ്പുളകം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്, എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഇതിൻ്റെ സംഗതി, അതായത് പക്ഷികൾ ഇങ്ങനെ ജില്ലം പറഞ്ഞിട്ട് ഡാൻസ് കളിക്കണമെന്നല്ല ഇവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ആ പക്ഷികളുടെ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു പക്ഷി അതിൻ്റെ ചിറകിൻ്റെ ഒരറ്റങ്ങ ചെറുതായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇളക്കി വിചാരിക്കുക, അത് തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യണ പോലെ ഉണ്ട് ഇത്രേ. അപ്പോൾ ആ പക്ഷി ജില്ലം പറഞ്ഞിട്ട് 4 ഡാൻസിൻ്റെ കളിച്ചുള്ള അവസ്ഥ എന്താണ്, അത്രയധികം സന്തോഷത്തോടു കൂടിയാണ് അത്ര ആ കിളികളിങ്ങനെ നൃത്തം ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് നോക്കല്ലേ. The budding twigs spread out their fan to catch the breezy air, and I must do all I can that there was pleasure there. എന്താ പറയുന്നത്, the budding twigs spread out their fan. ഇനി മുകുളങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതായത് അവിടെ നമ്മൾ പറയൂലേ പുതിയ ഇലയൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ മൊട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നത്. the budding twigs spread out their fan. budding twigs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ മുകുളങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു ചെടിയിൽ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാവും, പുതിയൊരു ശിഖരം ഉണ്ടാവും, പുതിയൊരു ചില്ല ഉണ്ടാവുക അല്ലേ. ആ ചില്ലയിൽ നിന്ന് എന്തുണ്ടാവും, പുതിയ ഇലകളൊക്കെ വരില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻ. എന്താ പറയുന്നത്, പുതിയ മുകുളങ്ങൾ, പുതിയ ചില്ലകൾ അതിൻ്റെ ഫാൻ ഇങ്ങനെ വിരിച്ചു അത്രേ, അവരുടെ ഫാന് വിരിച്ചു അത്രേ. എന്ത് ഫാന് വിരിക്കണ്, ഇതെന്താ ഫാനും പിടിച്ചുകൊണ്ടാണ് ഇവിടെ പുതിയ ചില്ലകൾ ഉണ്ടാവുന്നത്, അതല്ല. എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ചില്ലകളിൽ ഇലകൾ ഉണ്ടാവില്ലേ, പെട്ടെന്നൊരു ദിവസം ഡും എന്ന് പറഞ്ഞിട്ട് ഇലകൾ വരികയാണോ ചെയ്യുക, അല്ല. ആ ഇലകൾ പതുക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ പതുക്കെ അല്ലേ അതിൻ്റെ ആ ഇലകൾ ഇങ്ങനെ വിടർത്തുക,
അങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അവിടെ പറയുന്നത് ഈ ഇലകൾ പുതിയ മുകുളങ്ങളിൽ പുതിയ ചില്ലകളിലുള്ള ഇലകൾ വിടരുന്നത് ഏതുപോലെ ആ ഇലകൾ വിടരുന്നതിനെയാണ് ഇവിടെ അതിൻ്റെ ഫാന് വിരിച്ചു എന്നൊക്കെ പറയുന്നത്. ഈ ഇലകൾ പുതിയ മുകുളങ്ങളിൽ പുതിയ ചില്ലകളിൽ എന്താ പറയുക നമ്മുടെ പുതിയ ഇലകൾ വിരിയുന്നത് ഏതുപോലെയെന്ന് പറയുന്നത് ടു ക്യാച്ച് ദ ബ്രീസി എയർ, അതായത് ആ നനുത്ത കാറ്റ് അല്ലേ, നല്ല രസമുള്ള ആ കാറ്റിനെ പിടിക്കാൻ എന്നോണം മാത്രമേ. ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ, എന്ത് രസമായിട്ടാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് അത് അവതരിപ്പിച്ചറിഞ്ഞു. സംഗതി ഇത്രയേ ഉള്ളൂ, പുതിയൊരു മുകുളം ഉണ്ടായി. ആ മുകുളം പുതിയൊരു ചില്ല ചെറുതായിട്ടുണ്ടായി. ആ ചില്ലയിൽ എന്തുണ്ടാവുന്നു എന്ന് പറഞ്ഞ് പുതിയ ഇല ഉണ്ടാവണോ, ആ ഇലയിൽ എന്തുണ്ടാവണോ എന്ന് പറഞ്ഞത്, ആ ഇല ഇങ്ങനെ വിരിയണത് ഏതുപോലെ എന്ന് പറഞ്ഞ് കാറ്റിനെ പിടിക്കാൻ എന്നോണം അത്രേ. എന്ത് രസമാണ്. നമ്മൾ ഏതൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയിൽ ഒരു പെൺകുട്ടി കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കൈ പുറത്തേക്ക് ഇങ്ങനെ വെക്കും, ആ കുട്ടി കണ്ണ് കാണൂല. അപ്പോൾ എന്താണ് മോളെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞാൽ കാറ്റിനെ പിടിക്കുകയാണ് എന്ന് അല്ലേ. ഇതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരണത്. അപ്പോൾ എന്തായിക്കോട്ടെ, ഇത് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഈ കാറ്റിനെ പുൽകാൻ എന്നോണം, പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഇങ്ങോട്ട് ഒറ്റ പിടിയല്ല, അല്ലാണ്ട് മാന്തറ പിടിക്കാനല്ല ഇവിടെ പറയണത്. ഇവിടെ എന്താ പറയണത്, ഇവിടെ കാറ്റിനെ പുൽകാൻ എന്നോണം അല്ലേ, കാറ്റിനെ തഴുകാൻ എന്നോണം, കാറ്റിനെ കെയർ ചെയ്യാൻ എന്നോണം, കാറ്റിനെ പുൽകാൻ എന്നോണം, കാറ്റിനെ സ്പർശിക്കാൻ എന്നോണം, പിടിക്കാൻ എന്നോണം പുതിയ മുകുളങ്ങളിൽ ഇലകൾ വിരിഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ. എന്താ പറയുന്നത്, ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും, അവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്, അവിടെ നിന്ന് ചിന്തിക്കാൻ കഴിയുന്ന എന്താണ്, ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ. അവിടെ മുഴുവൻ സന്തോഷം തളം കെട്ടി നിന്നിരുന്നു. ആ തോട്ടത്തിൽ മുഴുവനും സന്തോഷമാണ്. അതായത് കിളികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി പൂക്കളായിക്കോട്ടെ അല്ലേ, എല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്, സഹവർത്തിത്വത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്, സഹകരണത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, എനിക്കതാണ് വിശ്വാസം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അവസാനത്തെ സ്റ്റാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ സ്റ്റാൻസ്, if this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man. എന്താ ഇവിടെ പറയുന്നത്, ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്, അതായത് സ്വർഗത്തിൽ നിന്ന് ഈ ഒരു വിശ്വാസമാണ് അയച്ചതെങ്കിൽ. ഏത് വിശ്വാസം, അതായത് അവിടെ ആ പൂന്തോട്ടത്തിൽ എല്ലാവരും കിളികളും പൂക്കളും എല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന വിശ്വാസമാണ് സ്വർഗത്തിൽ നിന്ന് അയച്ചതെങ്കിൽ, എന്ന് വെച്ചാൽ സ്വർഗീയമായ അനുഭൂതിയാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അത് ആ പൂന്തോട്ടത്തിലുണ്ട് അല്ലേ. സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് പൂന്തോട്ടത്തിലുള്ളത്. സ്വർഗത്തിൽ നിന്നാണ് ഈ വിശ്വാസം അയച്ചതെന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അനുഭൂതിയാണ് പൂന്തോട്ടം എന്ന് വെച്ചാൽ പ്രകൃതി പ്രദാനം ചെയ്യുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും എന്നാണ് പറയുന്നത്. ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ മഹത്തരമായ പദ്ധതി. ഹോളി പ്ലാൻ എന്ന് പറഞ്ഞാൽ മഹത്തരമായ പദ്ധതി, അല്ലാണ്ട് ഹോളി ടൈമിലുള്ള പ്ലാൻ എന്നല്ല ഇവിടെ പറയുന്നത് അല്ലേ. കുറേ പൊടി വാരി എറിയണ പദ്ധതി എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ മഹത്തരമായ പദ്ധതി അതാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് അല്ലേ പ്രകൃതി പ്രദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ആ പൂന്തോട്ടത്തിൽ മൊത്തം തളം കെട്ടി തിങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ആ സന്തോഷത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് ആ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും വളരെയധികം രസമുള്ളൊരു ഫീലല്ലേ തരുന്നത്. നമുക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയില്ല അല്ലേ. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യാനുള്ളതാണ്, ഈ നമ്മുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കൂട്ടാനാണ് പ്രകൃതി ശ്രമിക്കുക. അല്ല, നമ്മളൊക്കെ മനസ്സൊന്ന് തണുപ്പിക്കാനും അതുപോലെ എന്താ പറയുക നമുക്ക് സമാധാനം തരാനും നമ്മളെ സന്തോഷിപ്പിക്കാനും ഒക്കെയാണ് പ്രകൃതി ശ്രമിക്കുന്നത് അല്ലേ. പ്രകൃതി അതിനാണ് അവിടെ നിലകൊള്ളുന്നത് അല്ലേ. അപ്പോൾ അതിന് നിലകൊള്ളുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതാ പറയുന്നത് പ്രകൃതിയുടെ മഹത്തരമായ പദ്ധതി അതാണെങ്കിൽ, എന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരിക എന്നാണ് പ്രകൃതിയുടെ പദ്ധതിയെങ്കിൽ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഹാവ് ഐ നോട്ട് റീസൺ ടു ലെമൻറ്റ്. റീസൺ എന്ന് പറഞ്ഞാൽ യുക്തി, കാരണം എന്നൊക്കെ അർത്ഥം. ലെമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിതപിക്കുക എന്ന് വെച്ചാൽ സങ്കടപ്പെടുക എന്നൊക്കെ അർത്ഥം. സങ്കടപ്പെടുക, പശ്ചാത്തപിക്കുക അല്ലേ, സങ്കടപ്പെടുക എന്നൊക്കെ അതിനർത്ഥം. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്താ ഇവിടെ പറയുന്നത്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് വെച്ചാൽ മനുഷ്യനാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുത്തി തീർത്തിട്ടുള്ളത് എന്ന കാര്യമോർത്ത് എനിക്ക് സങ്കടപ്പെട്ടുകൂടെ. അതായത് സങ്കടപ്പെടാനുള്ള കാരണമുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇത്രയും സന്തോഷകരമായ രീതിയിലാണ് പൂന്തോട്ടം അവിടെ നിലനിൽക്കുന്നത്. പ്രകൃതി മൊത്തം സന്തോഷമാണ് തളം കെട്ടി നിൽക്കുന്നത്. മനുഷ്യരെ സന്തോഷിപ്പിക്കാനാണ് പ്രകൃതിയുടെ മഹത്തരമായ പദ്ധതി. മനുഷ്യരെ സന്തോഷിപ്പിക്കുക, എല്ലാ ജീവജാലങ്ങളെയും മൃഗങ്ങളെയും
മൃഗങ്ങളെയും ചെറിയ പ്രാണികളെയും ഷഡ്പദങ്ങളെയും എല്ലാവരും മനുഷ്യരെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി സഹകരണത്തോടു കൂടി സന്തോഷത്തോടു കൂടി സമാധാനത്തോട് ജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ പദ്ധതി. പക്ഷേ മനുഷ്യർ അവൻ്റെ അഹങ്കാരം കൊണ്ട് അവരുടെ അഹങ്കാരം മൂലം എന്തൊക്കെ നാശങ്ങളാണ് പ്രകൃതിയോട് ചെയ്യുന്നത്, എന്തൊക്കെ ദുഷ്ടതകളോടാണ് ചെയ്യുന്നത്. യുദ്ധങ്ങൾ ചെയ്യുന്നു, പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു, മണ്ണിടിച്ച് നിരത്തുന്നു അല്ലേ, പുഴ മൊത്തം മലിനീകരിക്കപ്പെടുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, വായു മലിനീകരിക്കുന്നു ഒക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇമാതിരി എത്രത്തോളം ദുഷ്ടതരങ്ങളാണ് മനുഷ്യർ സ്വയം വരുത്തി വെച്ചിട്ടുള്ളത്. പറയുമ്പോൾ പ്രകൃതി ഇത്രയും രസമുള്ള രീതിയിലല്ലേ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. മനുഷ്യരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അല്ലേ പ്രകൃതി അവിടെ ഉള്ളത്. പ്രകൃതി മൂലം മനുഷ്യന് എത്രയധികം സന്തോഷമാണ് കിട്ടുന്നത്. പക്ഷേ പ്രകൃതിയോട് നമ്മളോട് തന്നെ ചെയ്യുന്ന ക്രൂരതകൾ ഒരുപാടാണല്ലോ എന്നൊക്കെ ആലോചിച്ച് പോകുന്നു ഞാൻ. ആ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാണ് കവി പറഞ്ഞു നിർത്തുന്നത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസ് എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കവിത എളുപ്പത്തിൽ പഠിക്കാനുള്ള ടെക്നിക്കുകളൊന്നും അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക, ഇമാജിൻ ചെയ്യുക, ഇങ്ങനെ തന്നെ അർത്ഥം വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ പോയം ഗ്രിഡ് ഉണ്ടാക്കുക. എന്താ പോയം ഗ്രിഡ് എന്ന് പറഞ്ഞാൽ? പോയം ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവിതയുടെ കാര്യങ്ങളെല്ലാം നമ്മളൊരു ടേബിളായിട്ട് എഴുതണം, അതിൻ്റെ പോയിൻറ്റ്സ് എഴുതുകയാണ്. പിന്നെ പോയം ഗ്രിഡ് എന്ന് പറയുക. പോയം ഗ്രിഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം നമുക്ക്? കവിതയുടെ പേര്, കവിത എഴുതിയ ആൾ, പോയറ്റ് അല്ലേ, കവിതയുടെ പേര്, കവിത എഴുതിയ ആൾ, അതിൻ്റെ തീം, അതിലെ പോയറ്റ് ഡിവൈസസ്. അതായത് എന്താ പോയറ്റ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കവിതേനെ ചന്തം വരുത്താൻ വേണ്ടി കവി അല്ലെങ്കിൽ കവയത്രി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് നമ്മൾ പോയറ്റ് ഡിവൈസസ് എന്ന് പറയുക. അതേപോലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതിൻ്റെ റൈം സ്കീം അല്ലേ, അലിട്രേഷൻ, മെറ്റഫർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ, ഹൈപ്പർബോളി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ എക്സാമ്പിൾസ് എഴുതുക. സൊണൻസ് അതൊക്കെ ഉണ്ടെങ്കിൽ എക്സാമ്പിൾസ് എഴുതുക. പിന്നെ എന്തൊക്കെ ഇതിൽ എഴുതാം? അതിൻ്റെ ചുവടെ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? കവിതയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യം, എന്ത് സന്ദേശമാണ് അത് കൺവേ ചെയ്യുന്നത്, അതൊക്കെ എഴുതാം. അതാണ് പോയം ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ കവിത എന്താ നോക്കി, ഇനി പോയറ്റിക് ഡിവൈസസ് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം. പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കുറച്ചും പറഞ്ഞു, ഒരു കവിതേനെ ചന്തം വരുത്താൻ വേണ്ടി ഒരു കവി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് നമ്മൾ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുക. അതിലേതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇമേജറി വരുന്നുണ്ട്. ആദ്യത്തെ ശ്രദ്ധിക്കാം, ഐ ഹേർഡ്. അതേപോലെ പോയറ്റിക് ഡിവൈസും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. ഇവിടെ ഏതൊക്കെയാണ് നോക്കാം. ഇതിൽ ഇമേജറി വരുന്നുണ്ട്. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഞാൻ ഒരുപാട് അല്ലേ ശബ്ദങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞില്ലേ. ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. ഇയാൾ കേൾക്കുന്നു, അതായത് ഇമേജറി. എന്താ ഇമേജറി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ് അല്ലേ. എന്താ ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഡിറ്ററി ഇമേജറിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. കേൾവിയുമായി ബന്ധപ്പെട്ട ഇമേജാണല്ലോ. അപ്പോൾ ഓഡിറ്ററി ഇമേജ്. വേറെ സംഗതി വരുന്നത് ഇതിൽ ഹൈപ്പർബോളെ എന്ന് പേരുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്. 1000 ശബ്ദങ്ങൾ ഇയാൾ കേട്ടു അത്രേ. സംഗീതമയമായ ശ്രുതികൾ ഇയാൾ കേട്ടു അത്ര, സംഗീതമയമായ നാദങ്ങൾ കേട്ടു അത്ര. അങ്ങനെ 1000 ശബ്ദങ്ങൾ കേൾക്കുക. അതായത് എക്സാജറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പർബോളെ എന്ന് പറയുക. ഇപ്പം നമ്മൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും, ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് എന്താ ചെയ്യുക, ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ഇപ്പോൾ നട്ട് വിചാരിക്കുക, ഒരു കൃഷി ചെയ്യാണ്, ഒരു ചെറിയൊരു എന്താ പറയുക സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുക, എന്നിട്ട് നമ്മൾ പറയുകയാണ് ഒരു ചെറിയൊരു കുന്നാണ് വിചാരിക്കുക, അത് ഒരു മല മുഴുവൻ ഞാൻ കൃഷി ചെയ്തു എന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്താ? ചെറിയൊരു കുന്നിൽ നമ്മൾ കുറച്ച് കൃഷി ചെയ്തു എന്ന് മാത്രമല്ല, അതിന് നമ്മൾ പറയുന്നതായിരിക്കും ഒരു മല മുഴുവൻ ഞാൻ കൃഷി ചെയ്തു എന്ന് അല്ലേ. പച്ചക്കറിത്തോട്ടം, ഒരു മല മുഴുവൻ്റെ പച്ചക്കറിത്തോട്ടം, അങ്ങനെയാണോ? ഇല്ലല്ലോ. ഇങ്ങനെ വലുതായി പറയണതിനാണ്, എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കണതിന് നമ്മൾ ഹൈപ്പർബോളെ എന്ന് പറയും. അടുത്ത എക്സാമ്പിൾ കൺസണൻസ് എന്ന് വെച്ചാൽ ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് എന്നുള്ള ഒരു വരിയില്ലേ. കൺസണൻസ് എന്ന് പറയുന്നത് എന്താ സംഗതി? ഒരു വരിയിലെ വാക്കുകളെ ശ്രദ്ധിക്കുക, അതിൽ ഒരേ കൺസണൻറ്റ് സൗണ്ട് വരുന്ന വാക്കുകൾ നോക്കുക. അത് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിലബിളിൽ വരണം എന്നില്ല, അതിനാണ് കൺസണൻസ് എന്ന് പറയുക. അതായത് സ്വീറ്റ്, പ്ലസൻറ്റ് നോക്കുക അല്ലേ. ആ സ്വീറ്റിൻ്റെ അവസാനം ട് എന്നുള്ള സൗണ്ട് വരുന്നു, പ്ലസൻറ്റിൻ്റെ അവസാനം ട് എന്നുള്ള സൗണ്ട് വരുന്നു. ഇതാണ് കൺസണൻസിന് എക്സാമ്പിൾ. ഈ കൺസണൻസും അലിട്രേഷൻ തമ്മിൽ മാറിപ്പോരുത്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഡ് സിലബിൾ, അത് തുടക്കത്തിൽ വരുന്നതിനാണ് പൊതുവേ നമ്മൾ എന്ത് പറയുക, ഒരു വരിയിലെ വാക്കുകളിൽ സ്ട്രെസ്ഡ് സിലബിളിൽ തുടക്കത്തിൽ എന്ത് വരുന്നതിന്, ഒരേ കൺസണൻറ്റ് സൗണ്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അലിട്രേഷൻ എക്സാമ്പിൾ എന്ന് പറയുക. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി അടുത്തത് ഇതിൽ വരുന്നുണ്ട്. ഞാൻ അടുത്ത സ്റ്റാൻസ് നോക്കാം, അലിട്രേഷൻ എക്സാമ്പിൾ. ദ അലിട്രേഷൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് തിങ്ക്. തേർഡ് സ്റ്റാൻസിലെ തേർഡ് ലൈൻ, മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട്. മച്ച്, അതേപോലെ മൈ അല്ലേ, മ് എന്നുള്ള സൗണ്ട് കൺസണൻറ്റ് സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ, മച്ചിലും മയിലും. അതാണ് അലിട്രേഷൻ എക്സാമ്പിൾ. അപ്പോൾ ആ വരി എടുത്ത് എഴുതുക. അലിട്രേഷൻ കുറേ എക്സാമ്പിൾസ് അവിടെ വരുന്നുണ്ട് കേട്ടോ.
നമുക്ക് ഒരു എക്സാമ്പിൾ 1-2 എക്സാമ്പിൾസ് നോക്കാം. അടുത്ത് അലിട്രേഷൻ എക്സാമ്പിൾ 4th ലൈൻ സ്റ്റാൻസയിലെ 3rd ലൈൻ. ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ, ഫെയ്ത്ത് ഫ്ലവർ ഫ് എന്നുള്ള സൗണ്ട് വരുന്നു. അടുത്ത പേഴ്സോണിഫിക്കേഷൻ കുറേ എക്സാമ്പിൾസ് വരുന്നുണ്ട്. എന്താ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യരല്ലാത്ത സാധനങ്ങൾ വിചാരിക്കും. അപ്പോൾ മനുഷ്യരല്ലാത്ത കാര്യങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾസ് എന്ന് പറയുക. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് എയർ ഇറ്റ് ബ്രീത്ത്സ്. എവറി ഫ്ലവർ എൻജോയ്സ് എയർ ഇറ്റ് ബ്രീത്ത്സ്. ഓരോ പൂവും ശ്വസിക്കുന്ന കാറ്റിനെ ആസ്വദിക്കാത്രേ. പൂവ് ശ്വസിക്കുക ഒന്ന് ആലോചിച്ചൊക്കെ. മനുഷ്യർ ശ്വസിക്കണോ അതേപോലെയാണോ, അല്ലെങ്കിൽ മൃഗങ്ങൾ ശ്വസിക്കണോ അതുപോലെയാണോ പൂവ് ശ്വസിക്കണത് എന്ന് പറയണത്? അപ്പോൾ എന്താ പറയുന്നത്, ഒരാൾ ചെയ്യുന്ന പോലെ എത്ര പൂവ് ശ്വസിക്കുന്നത്. അപ്പോൾ പൂവിനെ അങ്ങനെ ശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കവി എന്ത് ചെയ്യാണ്, അതിങ്ങനെ ഭാവനയിൽ കാണുകയാണ്. ഇതിനാണ് നമ്മൾ എന്താ പറയുക പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made it seemed a thrill of pleasure. ഞാൻ അടുത്ത സ്റ്റാൻസ് നോക്കാം. അതിൽ അലിട്രേഷൻ എക്സാമ്പിൾ വരുന്നുണ്ട്. ദാറ്റ് there was pleasure there, അല്ലേ? ദാറ്റ് there was pleasure there. ഇത് എത്രാമത്തെയാണ്? 5ാമത്തെ സ്റ്റാൻസയിലെ ലാസ്റ്റ് ലൈൻ 4th ലൈൻ നോക്കുക. ദാറ്റ് there was pleasure, ദാറ്റ് there അലിട്രേഷൻ എക്സാമ്പിൾ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് എന്ത് വരുന്നത്, നമ്മുടെ ഈ കവിതയിൽ ഉപയോഗിച്ചുള്ള പോയറ്റ് ഡിവൈസസ്, അതേപോലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ. ഇനി അടുത്തത് ഈ പാഠത്തു നിന്ന് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടി നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഓരോ പാഠത്തു നിന്ന് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ഓരോ വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ ഇറക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ കവിത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നേ. അപ്പോൾ ഇത് 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോഴുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൃത്തിയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പാഠത്തിന് എന്ത് ചോദ്യം വന്നാലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ന് വരാവുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയറ്റ് ഡിവൈസുകൾ കണ്ടെത്തുക എന്നൊക്കെ വരുന്നുണ്ടായിരിക്കും. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 5-6 മാർക്കിനൊക്കെ വരിക, ചിലപ്പോൾ 4 മാർക്കിനാവും. എന്തായാലും ഒരു പാരഗ്രാഫെങ്കിലും വൃത്തിയായിട്ട് എഴുതുക എന്നതിൻ്റെ കാര്യം. അപ്പം ഞാൻ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യണത് ഫുൾ മാർക്ക് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ നമ്മൾ ഫുൾ മാർക്ക് കിട്ടാനാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. വെറുതെ വഴിപാട് ഒരുക്കി എക്സാം എഴുതല്ലോ. ഫുൾ മാർക്ക് എക്സാമിന് ക്രിട്ടിക്കൽ അപ്രീസിയേഷനിൽ കിട്ടണമെങ്കിൽ 3 പാരഗ്രാഫിൽ എഴുതുക എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. 3 പാരഗ്രാഫിൽ എഴുതിയാലേ കിട്ടുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല. 3 പാരഗ്രാഫിൽ എഴുതുന്നതാണ് അതിൻ്റെ ഒരു നീറ്റ്നസ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. ആദ്യം ടൈറ്റിൽ കൊടുക്കുക, കവിതയുടെ പേര് ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ലൈൻസ് റിട്ടേൺ ഏർലി സ്പ്രിംഗ് എന്നല്ലേ കവിത, അത് ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ചുവടെ ഇതൊരു അടിപൊളി കവിതയാണ്, ദിസ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് പോയം അല്ലെങ്കിൽ ബ്രില്യൻ പോയം റിട്ടേൺ ബൈ ഇന്നാൾ, അല്ലേ, വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ട് ഇതൊരു ലാൻഡ്സ്കേപ്പ് പോയമാണ്. ലാൻഡ്സ്കേപ്പ് പോയം എന്ന് വെച്ചാൽ പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു കവിതയാണ്, നല്ല രസമുള്ള കവിതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതുക. സെക്കൻഡ് പാരഗ്രാഫിൽ ഡീറ്റെയിൽഡായിട്ട് എഴുതുക. ഈ കവിതേനെ ഡീറ്റെയിൽഡായിട്ട് എഴുതുക. ഇതിൻ്റെ തീം എന്താണ് കവിതയുടെ തീം? അതായത് പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രകൃതിയുടെ റിലവൻസിനെ കുറിച്ച്, ഇമ്പോർട്ടൻസിനെ കുറിച്ച്, സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട്, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് ഈ കവിത പറയുന്നത്. എന്നിട്ട് അതിലെ കിളികൾ നൃത്തം ചെയ്യുന്നു, ഇത് പെരിവിങ്കിളിനെ കുറിച്ചിട്ട്, അല്ലെ പൂക്കളെ കുറിച്ച്, പക്ഷികളെ കുറിച്ചൊക്കെ എഴുതുക, എന്തൊക്കെ കവിതയിൽ സംഭവിക്കുന്നു. പിന്നെ അവസാനത്തെ സ്റ്റാൻസിൽ എന്ത് ചെയ്താൽ വേണമെങ്കിൽ അവസാനത്തെ പാരഗ്രാഫിൽ വേണമെങ്കിൽ ഈ പാരഗ്രാഫിൽ തന്നെ ചേർക്കാം പോയറ്റ് ഡിവൈസുകളെക്കുറിച്ച്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചൊക്കെ എഴുതാം. അതായത് ഇതിൽ ഈ കവിതേനെ ചന്തം വരുത്താൻ വേണ്ടി കുറേ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ അലിട്രേഷൻ എക്സാമ്പിൾ എഴുതുക. അപ്പോൾ ആ കവിത തന്നിട്ടുണ്ടാവും, കുറച്ച് വരികളെങ്കിലും തന്നിട്ടുണ്ടാവുമല്ലോ. ആ വരികളിൽ നിന്ന് എക്സാമ്പിൾ ഒന്നെങ്കിലും എടുത്ത് എഴുതുക. പിന്നെ മൈ ഫേവറേറ്റ് ലൈൻസ് ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വരികളൊക്കെ എടുത്ത് എഴുതുക. പിന്നെ എന്ത് എഴുതാം അതിൽ പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ എഴുതാം, അലിട്രേഷന് ഇത് നോക്കിയിട്ട് കുറേ ഇപ്പോൾ പറഞ്ഞില്ല, അതിന് എക്സാമ്പിൾസ് ഒന്നെങ്കിലും ഓരോന്ന് എടുത്ത് എഴുതുക. അവസാനത്തെ പാരഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ വായിച്ച കവിതകളിൽ എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്നാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു അടിപൊളി നല്ല കവിതയാണ്, എല്ലാവരും വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഐ ലൈക്ക് ദ പോയം വെരി മച്ച്, ദിസ് ഇസ് എ ബ്രില്യൻ പോയം, ബ്യൂട്ടിഫുൾ, ദിസ് പോയം ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഒരു മോഡൽ നമുക്ക് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നമുക്കൊരു വീഡിയോയിൽ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്, ഈ കവിതയുടെ എല്ലാ കവിതകളുടെയും. അപ്പോൾ നമ്മുടെ ഒരുപാട് സമയം അത് എടുത്തു, അല്ലേ, 35 മിനിറ്റോളം 34 മിനിറ്റായി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കവിത പഠിക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഇതെല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഓരോ പാഠത്തുനിന്ന് ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ സംഗതിയൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുന്ന കുറേ സംഗതികൾ വരും.
അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ, ഈ ചാനൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എത്തും. അങ്ങനെ കുറച്ച് അതായത് ഇത് പഠിക്കണമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറയാൻ ശ്രമിക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരോടും സ്നേഹം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം, അധികം വൈകാണ്ട് തന്നെ. അപ്പോൾ അടിപൊളി. ശരി.